शिक्षा शोध प्रसार सकल तक आशा स्वावलंबित भारत की जय जय कृषि परिषद भारत की जय जय कृषि परिषद भारत की। അടുത്തായി നമ്മോട് അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് ബോവിക്കാൽ മുടിയാർ പഞ്ചായത്തിലെ കൃഷിഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വതന്ത്രമായി എന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയും അതുൾപ്പെടെ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ഈ ഭരണസമിതി കഴിഞ്ഞ കുറെ വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ കാരണക്ക ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വന്യമൃഗ ശല്യങ്ങൾ പലപ്പോഴും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിക്കാരെ കൃഷിയെയും പൊതു ഉൾപ്പെടെയുള്ള മറ്റ് ജനങ്ങളെ അടക്കം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിയപ്പോൾ പഞ്ചായത്തിലെ കാരടക്ക ബ്ലോക്ക് പഞ്ചായത്തും കർണാടക അതിർത്തി ഉൾപ്പെടുന്ന പ്രദേശത്ത് ആനപ്രതിരോധ വേലി ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് ഒരു മാതൃക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി കാരടക്ക ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു വലിയ പ്രയാസം അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്ത് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് സ്ഥിരമായി വരുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്നാൽ അതിന്റെ ഭാഗമായിട്ട് നമുക്കെല്ലാം ഇന്ന് പൂർണ്ണമായി നമുക്ക് നമ്മുടെ നാട്ടിനകത്ത് നെല്ലക്കമ്പാലി പഞ്ചായത്തിലെ 5 ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ 7 പഞ്ചായത്തിനകത്തും ആനയുടെ ശല്യം പരമാവധി കുറക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒരു നൂതനമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് അങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. തീർച്ചയായിട്ടും അതിന്റെ ഭാഗം എന്നത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു അവർ നേരത്തെ തന്നെ ഈ പരിപാടി നമ്മോടൊപ്പം സഹകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി സംഘാടക സമിതിക്ക് വേണ്ടി ഈ നാട്ടുകാർക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്തു തീരുമാനിച്ചത്. ഈ പ്രദർശനം എന്നുള്ളതാണ് ഒരു ഭരണ സംവിധാനത്തിന്, പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ BK നാരായണൻ സൂചിപ്പിച്ച പോലെ ത്രിതല പഞ്ചായത്തുകളിൽ അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത എന്നാൽ ഏത് പഞ്ചായത്തുകൾക്കാണെങ്കിലും ആ പഞ്ചായത്തുകൾക്ക് അതിൻ്റെ പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പരിമിതികളുണ്ട്, സാധ്യതകളുണ്ട്. പരിമിതികളെ മറികടന്നുകൊണ്ട് സാധ്യതകളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ജനങ്ങളെ ഏൽപ്പിച്ച വിശ്വാസം, ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, അത് ജനങ്ങൾക്ക് തിരികെ നൽകുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ സജീവമായിട്ടുള്ള ചർച്ചാ വിഷയം വനത്തോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളിൽ മാത്രമല്ല, ബോവിക്കാനം ടൗൺ ഉൾപ്പെടെ പുലി വരുന്നു എന്നുള്ളതാണ്. പുലിയുടെ ഭീതി നമ്മുടെ നാട്ടിൽ വൈകുന്നേരങ്ങളിലും രാവിലെകളുമെല്ലാം ജനസഞ്ചാരം കുറയ്ക്കുകയാണ്. നമ്മുടെ ഈ കാർഷിക പ്രദർശന മേളയെ പോലും
ഒരുപക്ഷെ ജനങ്ങൾക്കിടയിൽ ഭീതി ഉണർത്തുന്ന ഈ പുലിപേടി ബാധിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. നാട് കാണാൻ വേണ്ടി ഇറങ്ങി വരികയും വലിയ നിലയിൽ കൃഷിനാശം ഉണ്ടാക്കുകയും ചെയ്തു. ആ സമയത്താണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് 5 പഞ്ചായത്തുകളും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ചേർന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാവിധ സഹായത്തോടു കൂടി ഒരു ആന പ്രതിരോധ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ ആ പ്രതിരോധ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങളും അതുപോലെ പഴികളുമെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിലും ആനയെ ഒരു പരിധി വരെ കാട്ടിനുള്ളിൽ തളച്ചിടുന്നതിന് വേണ്ടി ഈ ആന പ്രതിരോധ പദ്ധതിക്ക് സാധിച്ചു. ഈ പരിപാടി നടക്കുന്ന ഈ പൊവ്വലിനൊരു പേരുണ്ട്, ബെഞ്ച് കോർട്ട് എന്നുള്ളത്. ബെഞ്ച് കോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോടതി തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിലെ ചരിത്രങ്ങളെല്ലാം മറന്നുപോവുകയും പുതിയ കാലത്തിന് വേണ്ടി ചരിത്രം ഉണ്ടാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് ബെഞ്ച് കോർട്ടും കാടകവും മുളിയാറുമെല്ലാം പഴയ കാലത്ത് എന്തായിരുന്നു എന്നുള്ള ചരിത്രം പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത്. ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച കാടകം വനസത്യാഗ്രഹത്തെക്കുറിച്ച് ഒരു സ്മാരകം ഉണ്ടാക്കുക എന്നുള്ളത്. കാടകം വനസത്യാഗ്രഹം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമായി ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയുന്നു. ഇതുപോലെ തന്നെ ഒരു പരിപാടിയും വെള്ളൂരിലെയും എല്ലാം വിവിധ കൃഷിക്കാരുടെ ഏറ്റവും നൂതനമായ കൃഷി രീതികൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങളാണ് നമ്മൾ നടത്തിയത്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ അഭിസംബോധന ചെയ്യാൻ ആരും തയ്യാറാകാതിരിക്കുന്ന കാലത്ത്, നമ്മുടെ നാട്ടിൽ കൃഷിക്കാര് തെരുവിലിറങ്ങി വലിയ സമരം നടത്തേണ്ട കാലത്ത്, കൃഷിക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ബലിയാടാവുന്ന കാലത്ത് കൃഷിക്കാരെ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു പ്രാദേശിക ഭരണസമിതി ഏറ്റെടുക്കുക, അഭിസംബോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് വലിയ തെറ്റായി കാണാതെ ഇതിനോടെല്ലാം ചേർന്ന് നിൽക്കുക. കാരണം ഇത് നമ്മുടെ ഒരു മേളയാണ്, ഇത് നമുക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് വിമർശനങ്ങളെല്ലാം ആവാം, പക്ഷേ വിമർശനങ്ങൾക്കൊപ്പം പ്രോത്സാഹനവും നമുക്കെല്ലാവർക്കും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറെ ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇതൊരു എക്സ്പോ അല്ലെങ്കിൽ ഒരു പ്രദർശനം മാത്രമല്ല. ഈ നാളെ മുതൽ 15-ാം തീയതി വരെ വിവിധ ക്ലാസുകൾ ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കി. അദ്ദേഹം രാവിലെ കാസർഗോഡുണ്ട്, പക്ഷെ 2 മണിക്കുള്ള വണ്ടിക്ക് പോയേ പറ്റൂ, മലപ്പുറത്തേക്ക് അടിയന്തരമായി ഉത്തരം എന്ന് പറഞ്ഞതുകൊണ്ട് നേരത്തെ നമുക്ക് തന്ന കാരണ്ടക്ക ബ്ലോക്ക് നടപ്പിലാക്കിയിട്ടുണ്ട്. മാതൃകാപരമായ മറ്റ് ബ്ലോക്കുകൾക്ക് അനുകരണീയമായ പദ്ധതികൾ കാരണ്ടക്ക ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയത്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ വന്യമൃഗ ആക്രമണം അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലേക്കും മനുഷ്യ ജീവിത പ്രദേശങ്ങളിലേക്കുമെല്ലാം വന്യമൃഗങ്ങൾ കടന്നു വരുന്നതിൻ്റെ പ്രശ്നം തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരു ഇടപെടലാണ്. അതുപോലെ തന്നെ കാർഷിക മേഖല ഇന്ന് നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും നമ്മുടെ ഉപജീവന മാർഗവും നമ്മുടെ ജീവിതത്തിൻ്റെ സംസ്കാരവുമായി മാറിയ കൃഷി രീതിയിൽ നിന്ന് എങ്ങനെ ഇന്നത്തെ ആധുനിക കൃഷിയിലേക്ക് മനുഷ്യനെ പരിവർത്തനം ചെയ്യിപ്പിക്കാമെന്നെല്ലാമുള്ള ചർച്ചയും സംവാദങ്ങളും പ്രദർശനവും ഒക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ ആളുകൾ കൊടുത്തോടെ. ഈ കൃഷിയെ സംബന്ധിച്ച് ഒരു വേടേന്ദ്രാണ്, കൃഷിയല്ലേ നമുക്കെല്ലാവർക്കും അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനങ്ങൾ വരാം. പക്ഷേ കൃഷിയിലെ ഒരു ആധുനികതയുണ്ട്. ആ ആധുനികത എന്ന് പറയുന്നത് മുമ്പത്തെ കൃഷി രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വയലായിരിക്കും. നെൽകൃഷിയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട കൃഷി. അത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള നെല്ല് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് ആ അരിയിൽ നിന്നാണ് നമ്മൾ കേരളീയർ അരി ഭക്ഷണത്തിൻ്റെ ശീലത്തിലേക്ക് മാറിയത്. പിന്നീട് റബ്ബർ എന്ന കൃഷി വന്നപ്പോൾ ആ മേഖലയിലേക്ക് വൻതോതിൽ കൃഷിക്കാർ പോയി. നമ്മുടെ പല മലമുകളിലും റബ്ബർ തോട്ടങ്ങൾ വളർന്നു വന്നു. അപ്പോൾ റബ്ബർ ഒരു പുതിയ കൃഷി രീതിയായി, തെങ്ങും കവുങ്ങും ഒരു പുതിയ കൃഷി രീതിയായി, അതിനോടനുബന്ധമായ പല കൃഷികളും വന്നു. ചെണ്ടുമല്ലികൾക്ക് പോലും നല്ല ലാഭമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കൃഷിയുടെ ഭാഗമായി നമ്മുടെ പൂക്കളും മാറി. ഇങ്ങനെ പലതരത്തിലും കൃഷി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷി രീതിയിലുള്ള ഈ മാറ്റം എങ്ങനെ ആധുനിക തലമുറയെ, പുതിയ തലമുറയെ, ഇന്നത്തെ തലമുറയെ, വരും തലമുറയെ പരിചയപ്പെടുത്താം അവരെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കൃഷിക്ക് ജോലിക്കാളെ കിട്ടുന്നില്ല, ഉള്ളവരുടെ കൂലി വല്ലാണ്ട് കൂടുന്നു. അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്, കൂലി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം വന്നത്. അതിലെല്ലാം ഉപരി ഈ ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഒരു ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് ഓടിച്ചിട്ട് ജീവിക്കാവുന്ന നിലയിലേക്ക് ഗ്രാമം വിട്ട് പട്ടണങ്ങളിലേക്ക് ചേക്കേറുന്ന കാലമാണ്. അപ്പോഴാണ് അത് ഏതാണ് എന്നും കൃഷിക്കാരൻ കൃഷി ഉപേക്ഷിക്കുന്നു എന്നും കണ്ടപ്പോൾ കൃഷിഭൂമി വൻതോതിൽ വാരിക്കൂട്ടാൻ വേണ്ടി കോർപ്പറേറ്റുകൾ രംഗത്ത് വരാൻ തുടങ്ങി.
കോർപ്പറേറ്റ് കൃഷിയിലേക്ക് പോകാൻ തുടങ്ങി. ചെറുകിട കൃഷിയിൽ നിന്ന് വൻ കൃഷിയിലേക്ക് ഒരു ഉൽപ്പന്നം 10,000-കണക്കിന് ഏക്കർ സ്ഥലത്ത് കോർപ്പറേറ്റുകൾ നടത്തുന്ന നിലയിലേക്ക് വന്നു. കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന വിത്തുകൾ വന്നു. കോർപ്പറേറ്റ് കൊടുക്കുന്ന വിത്തിൻ്റെ പ്രത്യേകത, ആ വിത്ത് അന്തക വിത്താണ്. ഒരു തവണ ആ വിത്തിൽ ഉയർന്നു വന്ന് വലിയ ലാഭവും ആ വിത്ത് കമ്പനികൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ചുരുക്കി പറഞ്ഞു, കൃഷി കോർപ്പറേറ്റുവൽക്കരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ ശീതീകരിച്ച വലിയ ഗോഡൗണുകൾ ഉയരാൻ തുടങ്ങി. വലിയ കൃഷിപ്പാടങ്ങളുടെ നടുവിൽ വലിയ ഗോഡൗൺ 10,000 ഏക്കർ അല്ലെങ്കിൽ ഇത്ര വരെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞ പരിധി നിശ്ചയിച്ച ഉൽപ്പന്നങ്ങൾ, ആ പരിധിയിൽ നിന്ന് സുപ്രധാനമായ ഉൽപ്പന്നങ്ങളെ മാറ്റി. കാരണം ഗോഡൗണുകളിൽ ഈ കോർപ്പറേറ്റുകൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം സൂക്ഷിക്കാൻ അങ്ങനെ ഒരു നിയമനിർമ്മാണം ആവശ്യമുണ്ട് എന്നത്. ഇന്ന് അതിനെതിരായിട്ട് കർഷക കലാപങ്ങൾ വന്നു. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക ഉയർത്തിയപ്പോൾ അവിടെ തന്നെ പഞ്ചാബിലെയും ഹരിയാനയിലെയും നോർത്ത് ഇന്ത്യയിലെയും കൃഷിക്കാർ വലിയ സമരത്തിലേക്ക് പോയി. ഏകദേശം 800ഓളം ആളുകൾ ആ സമരാങ്കണത്തിൽ മരിച്ചു വീണു. ഗവൺമെൻറ് വഴങ്ങിയില്ല, സമരത്തെ അപഹസിച്ചു. ഇത് രാജ്യവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു, ദേശവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു നോക്കി. പക്ഷേ അതുകൊണ്ടൊന്നും കൃഷിക്കാരടങ്ങിയില്ല. അവർ അതിശക്തമായ സമരം ചെയ്തു. അവസാനം ആ സമരത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയത് പിൻവലിച്ച 3 നിയമങ്ങളും പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞു. ആ 3 നിയമങ്ങളും പുനഃസ്ഥാപിച്ചു. അന്ന് ഗവൺമെൻറ് അംഗീകരിച്ച മറ്റൊരു കാര്യമുണ്ട്. നേരത്തെ ഇന്ത്യയിലെ തകർന്നുകൊണ്ടിരിക്കുന്ന കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള മാർഗമെന്ത് എന്ന് അന്വേഷിച്ച സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കാർഷിക സയൻറ്റിസ്റ്റാണ്. തമിഴ്നാട്ടുകാരനായ, മലയാളിയായ, പാലക്കാട്ടുകാരനായ ഈ സ്വാമിനാഥൻ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ്, കാർഷിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തെ ചെയർമാനാക്കി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. വർഷങ്ങളെടുത്ത ആ കമ്മിറ്റി ഇന്ത്യയിലെ എല്ലാ കൃഷിയെക്കുറിച്ചും പഠനം നടത്തി. അവർ വലിയ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചു. എന്നിട്ട് സ്വാമിനാഥൻ പറഞ്ഞു, ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ കൃഷി രക്ഷപ്പെടണം, കൃഷി രക്ഷപ്പെടണമെങ്കിൽ കർഷകരെ സംരക്ഷിക്കണം. അതിനുള്ള മാർഗം നാം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് എത്രയാണോ ചിലവാകുന്നത് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ, അതിൻ്റെ 50% സമീപഭാവിയിൽ നമ്മുടെ രാജ്യത്തെ കൃഷി സമ്പൂർണ്ണമായും തകരുമെന്ന് സ്വാമിനാഥൻ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു. കേന്ദ്ര ഗവൺമെൻറ് അത് പരിശോധിച്ചു, ഇത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി നാടിൻ്റെ ഒരു ഉത്സവമായി മാറ്റണം. തടസ്സം സ്ഥിതി തന്നെ പറഞ്ഞു, പുലി ഭയം മാത്രമാണ് ഇപ്പോൾ തടസ്സമാക്കിയത്. അത് തടസ്സം തന്നെയാണ്. കാരണം മനുഷ്യന് പേടിച്ച് നടക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന്. ഇപ്പോൾ എന്നോട് പറഞ്ഞ നേരത്തെ മാഷ് എന്നോട് പറഞ്ഞു ഇരിയണ്ടിയിൽ, പിന്നെ മാഷ് പറയുന്നത് ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് ആൾ വീട് അല്ല ഇരിയണ്ടി ബസാർ കാലിയാക്കുന്നുണ്ട്. 6 മണി കഴിഞ്ഞാൽ ആരും കൊടുക്കുന്നില്ല. കാരണം എപ്പോഴാണ് പുലി പിടിക്കുന്നത് പറയാൻ കഴിയില്ല. പുലിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് പുലി ആഗ്രഹം നമ്മളെന്തെങ്കിലും ചെയ്താൽ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂട് വെച്ച് പിടിക്കാറിഞ്ഞാൽ കൂട് വെച്ചെടുക്കലൊക്കെ പുലി പോകില്ല. പുലിക്ക് നല്ല ബുദ്ധിയുണ്ട്, അത് കൂടാതെ കിടന്നോട്ടെ, ഞാൻ എൻ്റെ വയ്ക്കാൻ പോകാതെ. പിന്നെ വന്ന പുലി പോകണമെങ്കിൽ അതിന് ഭക്ഷണം കിട്ടിയേ പറ്റൂ. അതിപ്പോൾ ഭക്ഷണം പട്ടിനെയാണ് പിടിക്കുന്നത്. പട്ടിനെ കിട്ടിയില്ലെങ്കിലും മനുഷ്യനെ പിടിക്കുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ മനുഷ്യജീവന് ഭയങ്കര ഭീഷണിയായിട്ടുണ്ട് എന്നത് സത്യമാണ്. അതിനെ പ്രതിരോധിക്കാൻ പലതരത്തിലും ആലോചിച്ചു. വനം വകുപ്പ്, കൃഷി വകുപ്പ്, കലക്ടർ, MLA മാർ, ജനപ്രതിനിധികളെല്ലാം ഇരുന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ മാർഗം കാണുന്നില്ല. എങ്ങനെയെങ്കിലും അതിനെ തുരത്താൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അതും വേണ്ടത്ര വിജയിക്കുന്നില്ല. ആനയെ തുരത്തുന്നത്ര എളുപ്പമല്ല. ഈ പുലി വന്നാൽ, പുലി അപകടകാരിയായ ഒരു വന്യമൃഗമാണ്. അതുകൊണ്ട് പുലിഭീതി ഭയങ്കരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇടിയിൽ പറഞ്ഞ പോയി പുലിനെ പിടിച്ചിട്ടാണ് ആൾ പോയത് പറ്റില്ല. അല്ലാതെ പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ആരുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ, പ്രസിഡന്റിനെ, അതിൻ്റെ അംഗങ്ങളെ, അതിൽ ജീവനക്കാരെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും, ഈ പ്രദേശത്തെ പൂവൻ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ കാർഷിക പ്രദർശന വിപണന വേള ഔപചാരികമായി ഉദ്ഘാടനമായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ. കൃഷിയുടെ മിക്ക പദ്ധതികളിലും ജനങ്ങളിലേക്ക് അഥവാ നമ്മുടെ കർഷകരിലേക്ക് കൂടുതലായി എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നു. കാർഷിക വ്യവസായ പ്രദർശന മേളയിൽ നടപ്പിലാക്കിയ 60 സ്റ്റാളുകളായി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള കാർഷിക വിപണന പ്രദർശന മേളയും, അതുപോലെ മൃഗസംരക്ഷണ വകുപ്പ്, പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്നിവയുടെയും ആരോഗ്യ വകുപ്പും എല്ലാ നമ്മുടെ സർക്കാർ വകുപ്പുകളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സ്റ്റാളുകളും സംരംഭകരുടെ സ്റ്റാളുകളും എല്ലാം അറേഞ്ച് ചെയ്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയിലെ പദ്ധതികളെ കുറിച്ചിട്ടുള്ള വിശദമായ അറിവും ജനങ്ങൾക്ക് സംഘടിപ്പിച്ചുകൊണ്ട് ഫാം കാർണിവലുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. കാർക്ക ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ടേക്ക് എ ബ്രേക്കിൻ്റെ
ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിന്റെ നേതൃത്വത്തിലും ഖൽബിലെ ബേക്കൽ എന്ന ബ്രാൻഡ് നെയിം ഇട്ടുകൊണ്ട് പ്രത്യേക പരിപാടി ജില്ലാ പഞ്ചായത്ത് ടൂറിസം മേഖലയിൽ കൂടി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ത്രിതല പഞ്ചായത്തുകൾ പുതിയ ഒരു കാർഷിക വികസന സംസ്കാരത്തിലേക്കും പുതിയ വികസന രീതിയിലേക്കും കാഴ്ചപ്പാടിലേക്കുമാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് നല്ല പിന്തുണമായി വരേണ്ടത് ജനങ്ങളാണ്, കർഷകരാണ്, പൊതുസമൂഹമാണ്. ഇത്തരത്തിലുള്ള മേളകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് അവിടെ നമുക്ക് കിട്ടുന്ന നല്ല മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങൾ, നമുക്കറിയാം നമ്മൾ വാങ്ങുന്ന മഞ്ഞപ്പൊടിയിൽ ഭൂരിഭാഗവും അത് വിഷമാണ്. നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന എല്ലാ ഐറ്റങ്ങളും വിഷമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള മേളകളിലൂടെ വാങ്ങുമ്പോൾ കർഷകർ നേരിട്ട് കൃഷി ചെയ്ത് അത് മറ്റ് മായങ്ങളൊന്നും ചേർക്കാതെ അവർ തന്നെ പൊടിച്ച് അത് നമുക്ക് മഞ്ഞൾപ്പൊടിയായിട്ടും മറ്റും കിട്ടുമ്പോൾ അതിനെ കുറച്ചധികം വാങ്ങിക്കൊണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നമ്മുടെ അടുക്കള ഭദ്രമായി എന്ന് പറയാൻ വേണ്ടി കഴിയും. നമ്മളിപ്പോൾ കഴിക്കുന്ന പല വിത്തനങ്ങൾ നെല്ല് അരി ആയാലും നമുക്കറിയാം നമ്മൾ അത്രയും ഒരു ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടല്ല നമ്മൾ പിന്നെ കഴിക്കുന്നത്. നമുക്ക് നല്ല നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു മനസ്സ് കൂടി, കാരണം വില നോക്കിയല്ല വാങ്ങേണ്ടത്, അതിനെ ഗുണമേന്മ നോക്കി വാങ്ങാനുള്ള ഒരു കമ്പാള സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നില്ലെങ്കിൽ നമുക്ക് വിദൂര ഭാവിയിൽ പല രീതിയിലുള്ള അസുഖങ്ങളെയും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മേളകളെ ഉപയോഗപ്പെടുത്താൻ എല്ലാ കർഷകരും ജനങ്ങളും പൊതുജനങ്ങളും തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മേള സംഘടിപ്പിച്ച കാർഷിക ബ്ലോക്കിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പത്മശ്രീ ബെല്ലേരിയെ നമുക്കറിയാം ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് സത്യനാരായണ ബെല്ലേരിക്ക് പത്മശ്രീ ലഭിച്ചത്. കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പാണ് ജില്ലാ പഞ്ചായത്ത് കാർഷിക മേളയിൽ വെച്ച് അവരെ അവാർഡ് നൽകി ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് നൽകിക്കൊണ്ട്, അതേപോലെ തന്നെ വിത്തനങ്ങളെ സംരക്ഷിക്കുന്ന പരമ്പരാഗത കർഷകനുള്ള അവാർഡ് നൽകിക്കൊണ്ട് അവരെ ആദരിച്ചത്. ആ ബെല്ലേരിക്ക് തന്നെയാണ് ഇപ്രാവശ്യം പത്മശ്രീ ലഭിക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ നാടിന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ്. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ കൃഷിമേളകൾ ഒരുപാട് കൃഷിക്ക് പ്രോത്സാഹനമാണ്. കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ മേള ഒരു ഉത്തേജകമാണ്. ഈ ഒരു അവസരത്തിൽ എനിക്കിവിടെ വരാൻ പറ്റിയതും എന്നെ ഇവിടെ ക്ഷണിച്ചതും ആദരിച്ചതും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പോവുകയും വലിയ വലിയ സോഫ്റ്റ്വെയർ അങ്ങനെ ഫോറിനിലേക്ക് പോയി വലിയ വലിയ ജോലികൾ എടുക്കുകയും വലിയ ശമ്പളത്തിലൊക്കെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. കാരണം മലയാളികൾ എന്ന് പറഞ്ഞാൽ വിദേശത്ത് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നമുക്ക് കൃഷി ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2019-20 കോവിഡ് വന്നു. ആ സമയത്ത് വിദേശത്തൊക്കെ നമുക്ക് ഒന്നും ജോലി ചെയ്യാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ ശരിക്കും കൃഷിയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. ഒരുപാട് ആൾക്കാർ തിരിച്ചു വന്നവരെ മടങ്ങി ഫോറിനിലേക്ക് പോയിട്ടില്ല. സ്വന്തമായിട്ട് വീട്ടിൽ കൃഷി ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അങ്ങനെ നിന്നവരുണ്ട് ഒരുപാട്. നമ്മളിപ്പോൾ ഫീൽഡിൽ പോകുമ്പോൾ ഒരാൾ ഗൾഫിൽ വലിയ എഞ്ചിനീയർ ആയിരുന്നു, പക്ഷേ അരാംകോ എന്ന ഒരു കമ്പനിയിൽ വലിയ എഞ്ചിനീയർ ആയിരുന്നു. പക്ഷേ ഇവിടെ നല്ല സ്ഥലമൊക്കെ ഉണ്ട്, 5-6 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട്. അയാൾ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്ത് കൃഷിയൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെയുള്ള ഒരുപാട് കർഷകർ, ഒരുപാട് ആൾക്കാർ, മക്കള് വലിയ വലിയ ജോലിയിലാണ് പോയിട്ട് പറയുന്നുണ്ട്, സാറേ എൻ്റെ മോന് അമേരിക്കയിലെ സോഫ്റ്റ്വെയർ ആണ്, എഞ്ചിനീയറാണ്, ഇംഗ്ലണ്ടിൽ സോഫ്റ്റ്വെയർ ഗൾഫിലാണ്, അവന്റെ ഭാര്യയും അവിടെ തന്നെയാണ് അമേരിക്കയിൽ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, വലിയ വലിയ ജോലിയാണ്. എനിക്കൊരു 5-6 ഏക്കർ 10 ഏക്കർ സ്ഥലമുണ്ട്. ഇപ്പൊ 1-2 എടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കാവേരി ഒരു ഡാം ഉണ്ട്, KRS ഡാം. ഈ വെള്ളം മൈസൂർ ബാംഗ്ലൂരിലേക്ക് കുടിവെള്ളമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ കൃഷിക്കാർക്ക് വെള്ളം കൊടുക്കാനില്ല. കാരണം ഒരുപാട് സോഫ്റ്റ്വെയറുകളും ഒരുപാട് ഇൻഡസ്ട്രികളും വന്നതുകൊണ്ട് കുടിവെള്ളമാണ് ഇപ്പോൾ മനുഷ്യന് അത്യാവശ്യം. അതുകൊണ്ട് അവിടെ കൃഷി കുറഞ്ഞു. ആന്ധ്രയിലും ഉണ്ട് ഒരുപാട് ടെക്നോ പാർക്കുകളും ഇൻഡസ്ട്രിയൽ പാർക്കുകളും ഇൻഡസ്ട്രിയൽ ഹബ്ബുകളും വരുന്നതുകൊണ്ട് അവിടെ കൃഷി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എത്ര പൈസ കൊടുത്താലും അരിയോ പച്ചക്കറിയോ വേറെ സ്റ്റേറ്റിൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പരമാവധി നെല്ല്, പച്ചക്കറി, അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ, വാഴ, പൈനാപ്പിൾ, അങ്ങനെ ഒരുപാട് നമുക്ക് ഇപ്പോൾ ഒരു കേരളത്തിൽ കുറച്ചും കൂടി നല്ല പോപ്പുലറായിട്ട് വരുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്, റാഗി, ചാമ, അങ്ങനെയുള്ള പണ്ട് കാലത്ത് പാവപ്പെട്ടവർ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഈ കൃഷികളാണ് ഇപ്പോൾ കുറച്ച് പോപ്പുലറായിട്ട് വരുന്നത്. കാരണം ഒരുപാട് ആൾക്കാർക്ക്
ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യ പ്രശ്നം. ഉദ്യോഗസ്ഥന്മാരെ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചടങ്ങ് വളരെ സന്തോഷപൂർവ്വം എല്ലാവരും, നമുക്കറിയാം നമ്മുടെ ആദ്യമായിട്ടാണ് കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ മുളിയാർ പഞ്ചായത്തിനകത്ത് ഇത്തരത്തിലുള്ള കാർഷിക പ്രദർശന വിപണി. അതിൻ്റെ ഭാഗമായി നമ്മൾക്ക് ഒരുപാട് പ്രദർശനങ്ങളൊക്കെ കാണുവാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൃഷിരീതികളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ ഇത് നടത്തിപ്പുന്ന നമ്മുടെ നല്ല രീതിയിൽ മുമ്പിലോട്ട് പോകുന്നതിന് വേണ്ടി നല്ലവരായിട്ടുള്ള ജനങ്ങളുടെ ഇടപെടൽ ഇതിനു വേണ്ടി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കുടുംബശ്രീയും അതുപോലെ തന്നെ മറ്റ് കൃഷിക്കാരുൾപ്പെടെ എല്ലാവരും വന്നുകൊണ്ട് നമ്മുടെ സെമിനാറും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ നല്ല മാതൃകാപരമായിട്ട് നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഘോഷയാത്രയും അതുപോലെ തന്നെ നമ്മുടെ ഇനി നാളെ മുതൽ നടക്കേണ്ട ഒട്ടനവധി പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാവരും നല്ല നേതൃത്വപരമായിട്ട് തന്നെ ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ. കേരളത്തിലൊട്ടാകെ കണക്കിലെടുത്ത് 107 പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തപ്പോൾ കൃഷി സമൃദ്ധി എന്ന് പറയുന്ന 107 പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ 2 പഞ്ചായത്ത് നമ്മുടെ ബ്ലോക്കിലുള്ള അപൂർവമായിട്ട് കിട്ടുന്ന ഒരു അവസരം. കാറടുക്ക അതുപോലെ തന്നെ ബേഡടുക്ക പഞ്ചായത്ത്. കൃഷി സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖലയും അനുബന്ധ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു 3 വർഷത്തെ മിനിമം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള പ്രോജക്റ്റാണ്. പല ഘടകങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. കൂടുതൽ ഘടകങ്ങൾ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ ജനുവരി 31 വരെയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് സമയം കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ മേഖലയിൽ വേണ്ടതെന്നുള്ള സംബന്ധിച്ച് നല്ല ചർച്ച നടക്കുകയും ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും അത് പിന്നീട് ബ്ലോക്ക് തലത്തിൽ ഒരു പ്രൊജക്റ്റായിട്ട് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ മറ്റു പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഒരു ആകുലതയുടെ ആവശ്യമില്ല. നമ്മൾ മാർച്ച് 31 ശേഷം ബാക്കി വരുന്ന പഞ്ചായത്തുകൾ കൂടി ഇതിൻ്റെ ഭാഗമാക്കുന്നു. അപ്പോൾ ഈ വർഷം ഈ സാമ്പത്തിക വർഷം 107 പഞ്ചായത്തുകൾ അടുത്ത ഏപ്രിൽ 1 ആകുമ്പോഴേക്കും നെക്സ്റ്റ് സാമ്പത്തിക വർഷത്തോടുകൂടി 500 പഞ്ചായത്തുകളിലേക്ക് ഈ പദ്ധതി കൊണ്ടുവരികയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ കുറിപ്പ് കൂടി ഞാൻ പറയാൻ. അതിനുവേണ്ടി കൃഷി കൂട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു കുടുംബശ്രീക്ക് സമാനമായിട്ടുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്കിലും ഏകദേശം 100-നടുത്ത് കൃഷിക്കൂട്ടങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അംഗീകൃത ഗ്രൂപ്പുകളാണ്, കുടുംബശ്രീക്ക് സമാനമായതാണ്. ആ കുടുംബശ്രീയിൽ സമാനമായിട്ടുള്ള 20 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ ചേരുന്ന ഏകദേശം ഞാൻ മനസ്സിലാക്കിയുള്ള 100 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 2000 പേരടങ്ങുന്ന ഒരു കർഷക ഫെഡറേഷൻ, അതായത് കർഷക ഉൽപാദക സംഘം നമ്മുടെ ബ്ലോക്കിൽ രൂപീകരിക്കാൻ പോവുകയാണ്. 2000 പേരടങ്ങുന്നത്. അവിടെയാണ് നമ്മുടെ മാർക്കറ്റ്. 2000 പേരാണ് നമ്മുടെ അംഗങ്ങൾ. 2000 പേരുടെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത്. 2000 പേർക്ക് ആവശ്യമായിട്ടുള്ള ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ജൈവവളങ്ങളോ നല്ല കമ്പനിയിൽ പോയിട്ട് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാർഷിക പ്രദർശന വിപണന മേളയുടെ ഫെയിം നമ്മൾ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA അവർക്ക് കാടുക ബ്ലോക്കിൻ്റെ എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ അധ്യക്ഷ സ്ഥാനം നിർവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് കാടുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു അവർക്ക് എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ അവർക്കും എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പത്മശ്രീ സത്യനാരായണ വെള്ളേരി അവർക്കും എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ രാഘവേന്ദ്ര സാർ, അതേപോലെ നമ്മുടെ സുരേന്ദ്ര ഒരു വിപുലമായ പരിപാടി ഈ പരിപാടി വിജയിപ്പിക്കാനുള്ള നാട്ടുകാരുടെ ജനങ്ങളുടെ സർക്കാരുടെ സഹകരണം ഈ പരിപാടി തുടർന്ന് നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് സംബന്ധിച്ച്
200ഓളം അത്യപൂർവ വിത്ത് ഉൾപ്പെടുന്ന 650 പരം പാരമ്പര്യ നെൽവിത്തുകളാണ് അദ്ദേഹം സംരക്ഷിച്ചു പോരുന്നത്. കാസർഗോഡ് ജില്ലയ്ക്ക് മറ്റൊരു പത്മശ്രീ പുരസ്കാരം കൂടി നേടിത്തന്ന പ്രിയപ്പെട്ട കർഷകനാണ് ശ്രീ സത്യനാരായണ വെളേരി. പഞ്ചായത്ത് ഒരു പ്രദർശന വിപണന മഹോത്സവമാണ് ഇവിടെ കൊണ്ടാടുന്നത്. സെമിനാറുകൾ, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയോടുകൂടി പൂവൽ ഗ്രാമം ഉയരുകയാണ്. നിങ്ങളുടെ എവിടെയും ശ്രദ്ധ നമ്മുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ക്ഷണിക്കുക. അതുപോലെ തന്നെ വേദിയിലേക്ക് കർഷകരെ സഹോദരി സഹോദരന്മാരെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനം ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.